ഹായ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞങ്ങളെ താമസിക്കുന്ന വീട്ടിലല്ല, അല്ലാത്ത മുകളിലൊരു വീടുണ്ട്. 60-ാം കോളനി എന്ന് പറയും കേട്ടോ. അവിടേക്ക് ഞങ്ങൾ കുറച്ച് മുരിങ്ങൻ്റെ ഇലയും മുരിങ്ങക്കായൊക്കെ പറിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ മുരിങ്ങൻ്റെ മരമില്ല. അപ്പോൾ അവിടെ ഉള്ളത് അത് പറിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പോണ വഴിയാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കണേ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലെയാണ് അങ്ങോട്ട് 60-ാം കോളനിക്ക് പോകേണ്ട വഴി കേട്ടോ. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ ആ മുകളിലൊക്കെ പോയിട്ട് നിന്നിട്ട് കാണുകയാണെങ്കിൽ, വീഡിയോ എടുക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കുള്ള ഒരു ഏരിയയാണ് അവിടെ. കുറച്ചങ്ങോട്ട് ദൂരത്ത് പോകണം, കുറച്ചും കൂടി പോകണം. അപ്പോൾ സ്കൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അനീത്ര കുട്ടി ബാക്കിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അത്ര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റണില്ല. എന്താണെന്ന് വെച്ചാൽ സ്കൂട്ടിയിലല്ലേ, അതുകൊണ്ട് പറ്റുന്നില്ല. ഈ വളവ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോയാൽ നമ്മുടെ വീടെത്തി. രാവിലെ എണീച്ചപ്പോൾ അങ്ങനെ ഒരു തോന്നൽ, ഇന്നിപ്പോൾ കറി എന്താ വെക്കുക എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പോയിട്ട് മുരിങ്ങൻ്റെ ഇല പറിച്ചാലോ എന്നുള്ളൊരാശയം തോന്നിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര ദൂരം വരണോ മുരിങ്ങൻ്റെ ഇല പറിക്കാൻ? അതെ, നമ്മുടെ വീട്ടിലില്ലല്ലോ, ഇങ്ങോട്ട് വരണം. പിന്നെ നമ്മുടെ സ്ഥലം തന്നെയാണല്ലോ, മറ്റുള്ളവരുടെ വീട്ടിൽ പോയി മേടിക്കണ്ടെന്ന് വിചാരിച്ചു. എത്തിട്ടോ, താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഇതാ സ്റ്റെപ്പിൽ കൊടുത്താൽ. ഇതാണ് നമ്മുടെ മുരിങ്ങ മരം കേട്ടോ. 2 ഉണ്ട്, തന്നെ ഉണ്ടായതാട്ടോ, നമ്മൾ നട്ടതൊന്നുമല്ല, തന്നെ ഉണ്ടായത്. ആ മുരിങ്ങക്കായ കണ്ടോ, അതൊക്കെ മൂത്ത് കിടക്കുക, ഒന്നിനും പറ്റില്ല. മൂക്കാത്ത ഒരു 2-3 കായറ്റേ ഉണ്ടാവുള്ളൂ, ബാക്കി മൊത്തം മൂത്തിരിക്കുകയാണ്. നല്ല ഫുള്ളായിട്ട് മുരിങ്ങക്കായ പിടിച്ചായിരുന്നു. കുറേയൊക്കെ ഞാൻ കുറച്ച് കൊണ്ടുപോയി കടയിൽ കൊടുത്തു ആദ്യം. പിന്നെ വന്ന് നോക്കിയില്ല, പറിക്കാൻ പറ്റുന്നില്ല. നല്ല ഹൈറ്റ് ഉണ്ട് മരം. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ തോട്ടി അപ്പുറത്ത് പോയി മേടിച്ചു. മുരിങ്ങക്കായും വേണം. അത് മൂത്തിട്ടില്ല കേട്ടോ, ഇപ്പോൾ കാണിച്ചില്ല വീഡിയോയിൽ, അത് മൂത്തിട്ടില്ല. ഒരു 4-5 മൂക്കാത്ത കായ ഉണ്ട്. നമുക്ക് ഒരു കറി വയ്ക്കാനുള്ള കായൊക്കെ ഉണ്ട്. ഇതാണ്ടോ, പറക്കുകയാണ്. പക്ഷേ തോട്ടി കയ്യിലങ്ങോട്ട് നിൽക്കണില്ല, ഭാരം കൊണ്ടേ അങ്ങോട്ടും അങ്ങോട്ടും വീഴുക. എന്നാലും ഞാൻ പറിക്കാണ്ട് വിടമാട്ടെ എന്ന് പറഞ്ഞുള്ള വാശിയാണ് കേട്ടോ. തോട്ടി കുറച്ച് കനമുള്ളത് കാരണേ കയ്യിലങ്ങോട്ട് നിൽക്കുന്നില്ല. എന്നാലും ഞാൻ പറിച്ചിട്ടേ പോകുള്ളൂ. അതാണ് ഇപ്പം ഉണ്ടായത്. എന്താണെന്നറിയോ, കൊമ്പ് ഇടിഞ്ഞു വീണു. ഇടിഞ്ഞു വീണതല്ല, വലിച്ചപ്പോൾ പൊട്ടി വീണു. അപ്പോൾ എന്തുണ്ട്, 2 ഉണ്ട് കാര്യം. മുരിങ്ങക്കായും കിട്ടി, മുരിങ്ങൻ്റെ ഇലയും കിട്ടി. കണ്ടില്ലേ, അതുകൊണ്ട് വളച്ച് ഒടിക്കുകയാണ്. കൊമ്പ് പൊട്ടി വീണു, പൊട്ടിച്ച് വീഴ്ത്തി കേട്ടോ. പൊട്ടി വീണതല്ല, പൊട്ടിച്ച് വീഴ്ത്തി. ഇനിയിപ്പോൾ അതിലത്തെ മുരിങ്ങൻ്റെ ഇലയൊക്കെ പറിച്ചെടുക്കാം. അത് ഇട്ടിട്ട് പോകാനും തോന്നണില്ല, നല്ല തളുത്ത് നിൽക്കണ ഇല, നല്ല പിഞ്ചിലയാണ്. നമുക്ക് പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റല്ലേ. പിന്നെ കുറച്ച് ഒരു ഇതായത് നമുക്ക് തോരനും വയ്ക്കാം. മുരിങ്ങൻ്റെ ഇല എല്ലാവർക്കും അറിയാമല്ലോ, ആരോഗ്യത്തിന് നല്ലതാണെന്ന്. ഇതൊക്കെ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്നറിയോ, കാശ് കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങണത്. നമുക്കിത് കുറേ ഇവിടെ ഉള്ള കാരണം വിലയില്ലാത്ത പോലെയല്ല. തമിഴ്നാട്ടിലൊക്കെ കാശ് കൊടുത്തിട്ടാണ് മേടിക്കണേ മുരിങ്ങൻ്റെ ഇലയൊക്കെ. നമ്മുടെ ഏത് വീട്ടിൽ നോക്കിയാലും ഒരു മുരിങ്ങ തൈയില്ലാത്ത വീടുണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് അത്രയും മുരിങ്ങൻ്റെ ഇലയും ഒരു 5-6 കായും കിട്ടി. ഇന്നത്തെ കാര്യം കുശാലായില്ലേ. ഇനി അടുത്തത് എന്താ വെച്ചിട്ടാ, താഴെ പറമ്പിൽ ഒരു മാങ്ങമരം കണ്ടോ, അതിൽ മാങ്ങയുണ്ട് കേട്ടോ. അടുത്ത വീട്ടിലത്തെ കുട്ടീനെയും കൂടെ ഒന്ന് പറിച്ചു തരാൻ പറഞ്ഞു. അവൻ മുന്നിൽ പോകുന്നുണ്ട് തോട്ടി എടുത്തിട്ട്. ഞാൻ പമ്മി പോവുകയാണ്, കാരണം വഴി അത്രയ്ക്ക് പോരാ. കാലൊന്ന് തെറ്റിയാൽ താഴെ ഉരുണ്ട് പോകും. അത് കാരണം മെല്ലെ പോകുന്നുണ്ട്. എൻ്റെ പിന്നാലെ കുട്ടിയും വരുന്നുണ്ട്.
കുറച്ച് അച്ചാർ ഇടാനായിരുന്നു. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ മരങ്ങളൊന്നുമില്ല, തെയ്യോ കാര്യങ്ങളോ നമുക്ക് തീരെ കമ്മിയാണ് സ്ഥലം. വീട് ഉള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അത് കാരണം അവിടെ മരമോ കാര്യങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലമില്ല. ഇതാ മാങ്ങ പറിച്ചു. ഇതാ താഴെ 2-3 ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പുളിപ്പുള്ള മാങ്ങയാണ് കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ താഴെ വീണപ്പോൾ നമ്മൾ പെറുക്കിയെടുത്തു. കണ്ടോ, അത് എത്തണില്ല കേട്ടോ. ആ മാങ്ങ എൻ്റെ കൈക്ക് എത്തണില്ല. അത് കാരണം വിട്ടിട്ട് പോകുന്നു. നമുക്കിപ്പോൾ അധികമൊന്നും വേണ്ടല്ലോ, പക്ഷെ അച്ചാറിടാനല്ലേ. കണ്ടില്ലേ, അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് പറിച്ചാണ് കേട്ടോ. മുരിങ്ങക്കായും മുരിങ്ങയിലും ഒക്കെ ആയി. നമ്മൾ ഒരു കവർ അപ്പുറത്തുനിന്ന് മേടിച്ചു. ആ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് ആ മാങ്ങയൊക്കെ പെറുക്കി ആ കവറിലും ആക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.